ഇടിയപ്പവും മുട്ട റോസ്റ്റും. അപ്പോൾ ഇന്ന് എന്തിൻ്റെ വീഡിയോ ആയിരിക്കും? ഇടിയപ്പത്തിൻ്റെ ആണോ മുട്ട റോസ്റ്റിൻ്റെ ആണോ? ഇടിയപ്പത്തിൻ്റെയാണ്. കാരണം മുട്ട റോസ്റ്റ് ചേട്ടായി ഉണ്ടാക്കിയതാണ്. അതിനുവേണ്ടി ഒരു 500 ഗ്രാം ഇടിയപ്പം പൊടിയാണ്. ഇടിയപ്പം പൊടി അപ്പം പൊടിയൊക്കെ നമ്മൾ ഈ വാങ്ങിക്കുന്ന ഇടിയപ്പം പൊടി അപ്പം പൊടിയൊക്കെയാണ്. അതിൻ്റെ അടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ്. ഞാൻ ഇച്ചിരി കളറ് ചേർത്തു. ഒരു മഞ്ഞ കളറ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ചേർത്തത്, പക്ഷേ അത് ചീറ്റിപ്പോയി. എന്നിട്ട് അത് ശരിക്കും മിക്സ് ചെയ്തിട്ട് നമ്മൾ നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തിളച്ച വെള്ളം ഒഴിച്ചിട്ട് കൈയിട്ട് പെട്ടെന്നൊന്നും കുഴയ്ക്കാൻ നിൽക്കല്ലേ. അതിന് വേണ്ടിയിട്ടാണ് ഈ തവി വെച്ചിട്ട് ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും വെള്ളം ഒഴിച്ച്. ഇത്രയൊന്നും വെള്ളം പോരാട്ടോ, കാരണം പൊടി മേടിക്കുന്ന പൊടിക്ക് നല്ലോണം വെള്ളം വേണം. അങ്ങനെ ശരിക്കും പാകത്തിന് ഇങ്ങനെ വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് ഇളക്കി അങ്ങനെ വെച്ചേക്കുക. അങ്ങനെ വെച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ടാട്ടോ ഞാനിത് കുഴയ്ക്കാൻ തുടങ്ങിയത്. കുഴച്ച് ഇതുപോലെ ആക്കി, അല്ലെങ്കിൽ കൈ പൊള്ളി പോവേ. എന്നിട്ട് ഇതാണ് എൻ്റെ പാത്രം. ഇഡ്ഡലി പാത്രമാണ്, ഇഡ്ഡലി കുക്കറാണിത്. അപ്പോൾ ഒറ്റ അടിക്ക് 24 ഇടിയപ്പം അല്ലെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റുന്നത്. നമ്മുടെ സേവനാഴി എടുത്തു. അതിൻ്റെ അകത്ത് ഏത് ചില്ല ഉപയോഗിക്കേണ്ടതെന്ന് നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും, എന്നാലും ഞാനൊന്ന് കാണിക്കാം. ഇതാണ്. എന്നിട്ട് ആ കുഴച്ച് വെച്ചേക്കണ പൊടി അതിൻ്റെ അകത്തോട്ട് തള്ളി കയറ്റി വെച്ചിട്ട് നമ്മൾ എല്ലാത്തിലും ഇങ്ങനെ ഇടിയപ്പം ഇങ്ങനെ ശരിയാക്കി വെച്ചു. എന്നിട്ട് ആ പാത്രം അടുപ്പത്ത് വെച്ച് അതിൻ്റെ അകത്ത് ശകലം വെള്ളം മതി കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ ആ സ്റ്റാക്ക് അതിൻ്റെ അകത്ത് ഇറക്കി വെച്ചിട്ട് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ്, 5 മിനിറ്റ് മതി. 10 മിനിറ്റ് മാക്സിമമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇടിയപ്പത്തിന് നല്ലോണം ചൂടുവെള്ളം ഒഴിച്ചല്ലേ കുഴച്ചേക്കണേ. ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് അവിടെ നിന്ന് പൊക്കിയെടുക്കുക എന്ന് പറഞ്ഞൊരു ചടങ്ങാണ്. ഒരു തുണിയൊക്കെ പിടിച്ചിട്ടാണ് ഞാൻ പൊക്കിയെടുത്തത്. ഇതെല്ലാം നിരത്തി വെച്ചു. എല്ലാം കാസറോളിലോട്ട് തട്ടിയിട്ടു. അവസാനത്തെ ഇടിയപ്പവും തട്ടിയിട്ടിട്ട് അതൊന്നും അങ്ങോട്ട് അടച്ചു വയ്ക്കാം. ഇടിയപ്പം റെഡി.